നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ആലപ്പുഴയിൽ വൻ ലഹരിവേട്ട. എക്സൈസ് നടത്തിയ പ്രത്യേക അന്വേഷണത്തിൽ 2 കോടി വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയത്. കേസിനാസ്പദമായ സംഭവത്തിൽ ചെന്നൈ സ്വദേശിനി അടക്കം 2 പേർ പിടിയിൽ. ലഹരി വിൽപ്പനയും ലഹരി ഉപയോഗിക്കുന്നവർക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിച്ച് ലഹരിയെ തുടച്ചു നീക്കാനാണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നതെന്ന് നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. അടിമത്തമാണ് ലഹരി, ലഹരി വ്യാപാരത്തിനെതിരെ BKMU എന്ന മുദ്രാവാക്യവുമായി BKMU ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ കിറ്റിന്റെ സ്മാരകത്തിന് സമീപത്തായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. പുന്നപ്ര വടക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കടലോരത്തെയും കായലോരത്തെയും ബന്ധിപ്പിച്ച് ടൂറിസം പദ്ധതിക്ക് തുടക്കമാകുന്നു. വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയുന്ന തരത്തിൽ പൂക്കൈയാറിന്റെ തീരത്തടക്കമാണ് പദ്ധതിയുടെ ഭാഗമായി മനോഹരമാക്കുന്നത്. ചെറിയ പെരുന്നാൾ ദിനത്തിൽ പ്രദേശത്തെ വയോധികരെ വീട്ടിലെത്തി ആദരവ് നൽകി സ്നേഹ കൂട്ടായ്മ രംഗത്ത്. ജീവകാരുണ്യ മേഖലയിൽ നിറസാന്നിധ്യമായ വലയകുളം SKSSF സഹചാരി സെന്ററിന്റെ നേതൃത്വത്തിലാണ് ഈദ് ഉൽ ഫിത്തർ ദിനത്തിൽ വേറിട്ട പ്രവർത്തനം കൊണ്ട് മാതൃക തീർത്തത്. വാർത്തകൾ വിശദമായി. ആലപ്പുഴയിൽ വൻ ലഹരിവേട്ട. എക്സൈസ് നടത്തിയ പ്രത്യേക അന്വേഷണത്തിൽ 2 കോടി വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയത്. കേസിനാസ്പദമായ സംഭവത്തിൽ ചെന്നൈ സ്വദേശിനി അടക്കം 2 പേർ എക്സൈസ് പിടിയിൽ. ചെന്നൈ സ്വദേശിനി ക്രിസ്റ്റീന എന്ന തസ്ലിമയെയാണ് 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി ആലപ്പുഴ എക്സൈസ് സംഘം പിടികൂടിയത്. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ജാഗ്രതയോടെ കെണിയൊരുക്കിയാണ് എക്സൈസ് സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ആലപ്പുഴ മാരാരിക്കുളത്തെ സ്വകാര്യ റിസോർട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പ്രതിക്ക് സിനിമാ മേഖലയിലെ നിരവധി പേരുമായി ബന്ധമുള്ളതായും അതിൽ ചിലരുടെ വാട്സ്ആപ്പ് ചാറ്റ് അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളും എക്സൈസ് സംഘം ശേഖരിച്ചിട്ടുണ്ട്. മാത്രമല്ല പ്രതിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളും എക്സൈസ് സംഘം ശേഖരിച്ചു വരുന്നതായും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇനവും കൂടി ചേർന്നുണ്ടാക്കിയിരിക്കുന്നതാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. അതായത് തായ്ലാന്റ്, മലേഷ്യ എന്നീ രാജ്യങ്ങളാണ് ഇത് കൂടുതലും കൃഷി ചെയ്യുന്നത്, അല്ലെങ്കിൽ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതായത് കനാബീസ് ഇൻഡിക്കയും കനാബീസ് സറ്റൈവ, ഈ 2 കഞ്ചാവിന്റെയും കൂടി ഒരു മിശ്രിത രൂപവും. ഹൈലി ഡിമാൻഡ് ഉള്ള ഒരു സാധനമാണ്, ഹൈലി കോസ്റ്റ്ലി ആണ്. ഏകദേശം ഇതിന്റെ വില 2 കോടിയോളം രൂപ വരും. ഗ്രാമിന് 10,000 രൂപയോളം വരുമെന്ന് പറയുന്നു. അപ്പൊ 2 പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കേസ് കണ്ടെടുത്തിരിക്കുന്നത് നർക്കോട്ടിക് സ്ക്വാഡ് CI മഹേഷിന്റെ നേതൃത്വത്തിലാണ്. AECയുടെ സൂപ്പർവിഷനും അതിൽ കൂടെ ഉണ്ടായി. നിലവിൽ സ്ത്രീയടക്കം 2 പേരെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നും ഡെപ്യൂട്ടി കമ്മീഷണർ കൂട്ടിച്ചേർത്തു. ലഹരി വിൽപ്പനയും ലഹരി ഉപയോഗിക്കുന്നവർക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിച്ച് ലഹരിയെ തുടച്ചു നീക്കാനാണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നതെന്ന് നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. അടിമത്തമാണ് ലഹരി, ലഹരി വ്യാപനത്തിനെതിരെ BKMU എന്ന മുദ്രാവാക്യവുമായി BKMU ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ സീറോ ജംഗ്ഷന് സമീപം കിറ്റ് ഇന്ത്യ സ്മാരകത്തിന് സമീപമായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ലഹരി വിൽപ്പനയും ലഹരി ഉപയോഗിക്കുന്നവർക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിച്ച് ലഹരിയെ തുടച്ചു നീക്കാനാണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നതെന്ന് നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. അടിമത്തമാണ് ലഹരി, ലഹരി വ്യാപനത്തിനെതിരെ BKMU എന്ന മുദ്രാവാക്യവുമായി BKMU ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് എവിടെ എത്തിയാലും നമുക്ക് കാണാൻ കഴിയുന്നത് ചെറുപ്പക്കാർ ഇതിന് അടിമകളാകുന്നു എന്നുള്ളതാണ്. അവരെ വ്യാപകമായി ഈ മാഫിയ ലക്ഷ്യമിട്ടിരിക്കുകയാണ്. പെൺകുട്ടികളടക്കം ആൺകുട്ടികളടക്കം ഇതിന് അടിമകളായി മാറിക്കൊണ്ട് സ്വന്തം മാതാപിതാക്കളെ പോലും കൊലപ്പെടുത്തുന്ന നിലയിലേക്ക് മാറുന്നു. മദ്യം വാങ്ങിക്കാൻ, മയക്കുമരുന്ന് വാങ്ങിക്കാൻ പണം കൊടുത്തില്ല എങ്കിൽ അമ്മയും അച്ഛനെയും വെട്ടിക്കൊല്ലുന്ന നിലയിലേക്ക് നമ്മുടെ നാട് മാറുന്നു. ഇത്തരം സ്ഥിതിവിശേഷം അത് ഒഴിവാക്കിയേ മതിയാകും. ലഹരി കൈവശം വെക്കുന്നവരെയും അതുപോലെ തന്നെ ലഹരി വിറ്റഴിക്കുന്നവരെയും അത് ഉപയോഗിക്കുന്നവരെയും സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റുക എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. അതിന് അനുരോധമായി കേരളത്തിലെ മുഴുവൻ ബഹുജനങ്ങളും ഒത്തുചേർന്ന് ഇത്തരം മാഫിയകളെ അടിച്ചമർത്തി ഈ നാടിനെ മോചിപ്പിക്കുക എന്നുള്ളതാണ് നാം കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലഹരിക്ക് അടിമകളാകുന്നത് യുവാക്കളാണ്. ലഹരി മാഫിയ വ്യാപകമായി യുവാക്കളെ ലക്ഷ്യമാക്കിയാണ് പ്രവർത്തിക്കുന്നതും. ആൺകുട്ടികളും പെൺകുട്ടികളും ലഹരിക്ക് അടിമകളായി സ്വന്തം മാതാപിതാക്കളെ വരെ കൊല്ലുന്ന സ്ഥിതിയാണുള്ളതെന്നും മദ്യത്തിനും മയക്കുമരുന്ന് വാങ്ങുവാനുമായി പണം ലഭിച്ചില്ല എങ്കിൽ രക്ഷകർത്താക്കളെ വെട്ടിക്കൊലപ്പെടുത്തുന്ന നിലയിലേക്ക് നാട് മാറുന്നതായും ഈ സ്ഥിതിവിശേഷം ഒഴിവാക്കിയേ മതിയാകൂ എന്നും അതിനായി സർക്കാരും പൊതുജനങ്ങളും
ഒറ്റക്കെട്ടായി പരിശ്രമിക്കണമെന്നും ചിറ്റയം ഗോകുമാർ പറഞ്ഞു. ആലപ്പുഴ സീറോ ജംഗ്ഷന് സമീപം ക്വിറ്റ് ഇന്ത്യ സ്മാരകത്തിന് മുന്നിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ BKMU സംസ്ഥാന കമ്മിറ്റി അംഗം T പ്രസാദ് അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം B ലാലി ചടങ്ങിനെ സ്വാഗതം പറഞ്ഞു. BKMU സംസ്ഥാന സെക്രട്ടറി R അനിൽകുമാർ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം R സുരേഷ്, AITUC ജില്ലാ സെക്രട്ടറി DP മധു, സാറാമ തങ്കപ്പൻ, MS റംലത്ത് എന്നിവർ സംസാരിച്ചു. PK ബൈജു, AK അരവിന്ദ്, KD വേണു, S സനൽ, ക്ലാരമ പീറ്റർ, D ഉദയകുമാർ, EK തങ്കപ്പൻ, R അജയൻ, നൈനാൻ ജോർജ്, B നൂറുദ്ദീൻ കുന്നുംപുറം, E ഇസ്ഹാഖ്, B അൻസാരി എന്നിവർ നേതൃത്വം നൽകി. BKMU ആലപ്പുഴ മണ്ഡലം സെക്രട്ടറി A ആബിദ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പുന്നപ്ര വടക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കടലോരത്തെയും കായലോരത്തെയും ബന്ധിപ്പിച്ച് ടൂറിസം പദ്ധതിക്ക് തുടക്കമാകുന്നു. വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയുന്ന തരത്തിൽ പൂക്കേതാറിന്റെ തേത്തടക്കമാണ് പദ്ധതിയുടെ ഭാഗമായി മനോഹരമാക്കുന്നത്. വെനീസ് ടൂറിസം എന്ന പേരിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായുള്ള സെമിനാർ അമ്പലപ്പുഴ MLA ജിസ്ലാം ഉദ്ഘാടനം ചെയ്തു. പുന്നപ്ര വടക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കടലോരത്തെയും കായലോരത്തെയും ബന്ധിപ്പിച്ച് ടൂറിസം പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു. ആഭ്യന്തര വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയുന്നതും പ്രകൃതി രമണീയത തുളുമ്പുന്നതുമായ കടൽ തീരത്തെ അറപ്പക്കൽ പുഴയും കിഴക്ക് പൂന്തൂരം പാടശേഖരത്തിന് കിഴക്ക് പുറംപണ്ടായ പൂക്കെയ്താറിന്റെ തീരത്തുമാണ് ടൂറിസം പദ്ധതികൾ നടപ്പാക്കുന്നത്. പുഴയുടെയും ആറിന്റെയും ഭാഗമായുള്ള കൈത്തോടുകളും പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച് മോടിക്കൂട്ടും. സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി ഉല്ലാസ നൗകകളും ഇവിടെ ഒരുക്കും. 6 കോടി രൂപയാണ് പദ്ധതിക്കായി വിഭാവനം ചെയ്തിട്ടുള്ളത്. DPR പൂർത്തിയാക്കിയ പദ്ധതിയുടെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കും തുടക്കമായി. പദ്ധതിയുമായി ബന്ധപ്പെട്ട് വെനീസ് ടൂറിസം എന്ന പേരിൽ സംഘടിപ്പിച്ച ടൂറിസം സെമിനാർ അമ്പലപ്പുഴ MLA ജിസ്ലാം ഉദ്ഘാടനം ചെയ്തു. അത് നമ്മുടെ ഒരു നാടിന്റെ വികസനത്തിൽ മുന്നോട്ടുള്ള നമ്മുടെ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കണക്കാക്കുകയും ഏറ്റെടുക്കുകയും ചെയ്ത മേഖലയാണ്. അത് കേവലമായി ടൂറിസം മേഖല എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പെട്ടെന്നുള്ള മൈൻഡിൽ കുറെ ടൂറിസത്തിലേക്ക് വന്നു പോകുന്ന ഏർപ്പാടാണെന്ന് മാത്രമാണ് പലപ്പോഴും കഴിയുന്നത്. പക്ഷെ നമ്മുടെ ഒരു സമൂഹത്തിന്റെ ജീവിത മേഖലയിൽ ആ ജീവിതത്തിന്റെ ഉപജീവനത്തിന്റെയും വരുമാനത്തിന്റെയും മേഖലയിൽ കണക്കിലെടുക്കുമ്പോൾ വളരെ സുപ്രധാനമായ ഒരു സ്ഥാനം ടൂറിസം മേഖലയിലുണ്ട്. നമ്മുടെ കേരളത്തിന്റെ പരമ്പരാഗത തൊഴിൽ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ക്ഷീണമുണ്ട്. നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. ഒരു പഴയ കാലത്തെ പോലെ ഒരു പ്രതാപം നമുക്ക് നമ്മുടെ കേരളത്തിൽ നമ്മുടെ നാട്ടിലെ പരമ്പരാഗത വ്യവസായത്തിലേക്ക് നോക്കിയാൽ കാണുന്നില്ലായിരുന്നു പ്രശ്നം. അപ്പോൾ കയർ മേഖല, ആലപ്പുഴയെ സംബന്ധിച്ചുള്ള കയർ മേഖല നമ്മുടെ പ്രധാനപ്പെട്ട പരമ്പരാഗത വ്യവസായമാണ്. തെക്കൻ കിഴക്കൻ ഭാഗത്തുള്ള പ്രദേശങ്ങളിൽ കശുവണ്ടി മേഖല വളരെ പ്രധാനപ്പെട്ട പരമ്പരാഗത വ്യവസായമാണ്. തീരദേശം മുഴുവൻ മത്സ്യ തൊഴിലാളി മേഖലയാണ്. ഈ 3 പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ ധാരാളം പ്രതിസന്ധികളും പ്രയാസങ്ങളും വന്നുചേരുന്ന സാഹചര്യം. അതിന്റെ ഭാഗമായി ആ മേഖലയിൽ ആശ്രയിച്ച് ജോലിയിലിട്ട് വരുമാനം കണ്ടെത്തി കുടുംബം പൊട്ടിക്കൊണ്ടു പോകുന്ന കുടുംബങ്ങൾക്ക് ഒരു സാമ്പത്തികമായ ഭദ്രത നഷ്ടപ്പെട്ടു പോയ സാഹചര്യം കാണാം. വിശേഷിച്ച് കയർ കശുവണ്ടി മേഖല നോക്കിയാൽ കാണാം. എന്നാൽ ഞാൻ ഈ പറഞ്ഞ 3 മേഖലയുടെ പ്രത്യേകത നോക്കിയാൽ 3 മേഖലയുടെ ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് കുറവില്ല. അത് ആഭ്യന്തര മാർക്കറ്റിലും വേൾഡ് മാർക്കറ്റിലും കയറ്, കശുവണ്ടി, മത്സ്യം, ഇതാണ് ഈ 3 പരമ്പരാഗത വ്യവസായ ഉൽപ്പന്നങ്ങളുടെയാണ്. ഈ 3 ഉൽപ്പന്നങ്ങൾക്കും വേൾഡ് മാർക്കറ്റിൽ ഡിമാൻഡ് കുറവില്ല. ആഭ്യന്തര മാർക്കറ്റിൽ ഡിമാൻഡ് കുറവില്ല. സാധാരണ വ്യവസായത്തിൽ തടസ്സമുണ്ടാകുന്നത് ഉൽപ്പന്നത്തിന് ഡിമാൻഡ് കുറയുകയാണ്. നമ്മളെല്ലാം പഠിച്ച എക്കണോമിക്സ് അങ്ങനെയാണ്. ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് കുറയുമ്പോഴത്തേക്കാണ് തടസ്സമുണ്ടാകുന്നത്. ആ ഉൽപ്പന്നത്തിന്റെ ഡിമാൻഡ് കുറയാതിരിക്കുകയും എന്നാൽ ആ വ്യവസായ മേഖല പല കാരണത്താൽ പ്രയാസം അനുഭവിക്കുകയാണ്. EMS കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന സെമിനാറിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് റിസോഴ്സ് അംഗം KN വിമൽകുമാർ വിഷയാവതരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാ ബാബു, പഞ്ചായത്ത് ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ PR രതീഷ് കുമാർ, MG യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ടൂറിസം സ്റ്റഡീസ് ഫാക്കൽറ്റി NS റിയാസ്, ടെക്നിക്കൽ ടീം മെമ്പർ രാജീവ് വിപിൻ, DTPC സെക്രട്ടറി KG അജേഷ്, വ്യാപാരി, ഹൗസ് ബോട്ട്, ഹോട്ടൽ ഡ്രൈവർ പ്രതിനിധികളായ പ്രദീപ് കുമാർ, വേണു പറത്തറ, സന്തോഷ് നായർ, V അജയ്കുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP സരിത, സ്ഥിരം സമിതി അധ്യക്ഷരായ R വിനോദ് കുമാർ, ജയപ്രസന്നൻ, CDS ചെയർപേഴ്സൺ G ഇന്ദുലേഖ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗങ്ങൾ, CDS ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷ അജിത ശശി,
ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ചെറിയ പെരുന്നാൾ ദിനത്തിൽ പ്രദേശത്തെ വയോധികരെ വീട്ടിലെത്തി ആദരവ് നൽകി സ്നേഹ കൂട്ടായ്മ രംഗത്ത്. ജീവകാരുണ്യ മേഖലയിൽ നിറസാന്നിധ്യമായ വലിയകുളം SKSSF സഹചാരി സെന്ററിന്റെ നേതൃത്വത്തിലാണ് ഈദ് ഉൽ ഫിത്തർ ദിനത്തിൽ വേറിട്ട പ്രവർത്തനം കൊണ്ട് മാതൃക തീർത്തത്. ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. സാമൂഹ്യ ജീവകാരുണ്യ മേഖലയിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച SKSSF സഹചാരി സെന്റർ ആലപ്പുഴ വലിയകുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഭവന സന്ദർശനവും വയോജനങ്ങൾക്ക് സ്നേഹ സമ്മാനങ്ങളും വിതരണം ചെയ്തു. ചെറിയ പെരുന്നാളിന്റെ ഭാഗമായിട്ടാണ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ വീടുകളിൽ കഴിയുന്നവരെ സന്ദർശിച്ച് പെരുന്നാൾ ആശംസകൾ അറിയിക്കുകയും ഒപ്പം സ്നേഹ സമ്മാനങ്ങളും കൈമാറിയാണ് സംഘടന മാതൃക തീർത്തത്. ജമിയത്തുൽ ഉലമ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് PA ഷിഹാബുദ്ദീൻ മുസ്ലിയാർ, സഹചാരി സെന്റർ ചെയർമാൻ കോയാമോൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റഹീം പെറ്റക്കാരൻ, SMF ആലപ്പുഴ മേഖലാ സെക്രട്ടറി AM സൈഫുദ്ദീൻ, SKSSF യൂണിറ്റ് പ്രസിഡന്റ് ഹാഫിദ് സൈഫുദ്ദീൻ, സഹചാരി സെന്റർ വൈസ് ചെയർമാൻ സിയാദ് വലിയകുളം, കൺവീനർ BM ഷറഫുള്ള, ഇക്ബാൽ മുഹമ്മദ്, നജീബ് ഖാൻ, നാസർ താഹ, ബിലാൽ കുഞ്ഞുമോൻ, അമീർ ബഷീർ, യാസിൻ സാദിഖ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ആലപ്പുഴ. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായുള്ള ശുചിത്വ പ്രഖ്യാപനം നടത്തിയ ആലപ്പുഴ നഗരസഭയും പഞ്ചായത്തുകളും. ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു ശുചിത്വ പ്രഖ്യാപനം നടത്തിയത്. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായുള്ള ശുചിത്വ പ്രഖ്യാപനം നടത്തി. ആലപ്പുഴ നഗരസഭയും പഞ്ചായത്തുകളും ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു പ്രഖ്യാപനം. ആലപ്പുഴ നഗരസഭ, അമ്പലപ്പുഴ വടക്ക്, പുന്നപ്ര തെക്ക് പഞ്ചായത്തുകളിൽ നടന്ന ശുചിത്വ പ്രഖ്യാപനം HSLM MLA നിർവഹിച്ചു. ശുചിത്വവുമായി ബന്ധപ്പെട്ട ഏത് ആലോചനയിലും, കേരളത്തിൽ എവിടെ ഏത് ആലോചന ഉണ്ടായാലും അവിടെയെല്ലാം ഒരു അവതരിപ്പിക്കപ്പെടുന്ന 2-3 മോഡലുകളിലൊന്ന് ആലപ്പുഴ മോഡലാണ്. തുമ്പൂർകുഴി മോഡലും പിന്നെ ആലപ്പുഴ മോഡലുമാണ് അവിടെ എല്ലാം പ്രസന്റ് ചെയ്യപ്പെടുന്നത്, ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ ഒരു മോഡൽ ബഹുമാനായ ഐസസാവ് അദ്ദേഹം നമ്മുടെ മന്ത്രിയും ആലപ്പുഴ ദിനപ്രതിയായിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം വളരെ ജനകീയമായി ആരംഭിച്ചിട്ടാണ് ആലപ്പുഴ നഗരത്തിന്റെ ശുചിത്വ രംഗത്തുള്ള ഒരു പ്രയാസം പരിഹരിക്കാനുള്ള വലിയ സ്കീമിലേക്കും ജനകീയ പ്രവർത്തനങ്ങളിലേക്കും പോയിട്ടുള്ളത്. ആ നീണ്ട കാലത്തെ ഒരു പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മുടെ നഗരത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ മനസ്സിൽ ഒരു മാറ്റം സൃഷ്ടിക്കാൻ കഴിയുന്നത്. ഏതൊരു ശുചിത്വ പദ്ധതി വിജയത്തിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് മനുഷ്യരുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന മാറ്റമാണ്. കാരണം മാലിന്യം സൃഷ്ടിക്കുന്ന മനുഷ്യരാണ്. ആ സൃഷ്ടിക്കുന്ന മനുഷ്യരുടെ മനസ്സിൽ മാറ്റം സൃഷ്ടിച്ചാൽ മാത്രമേ നമ്മൾ ഇത്തരം സ്കീമുകൾ മുന്നോട്ട് വെച്ച് വിജയിപ്പിച്ചു കഴിഞ്ഞാലും അത് തുടർന്ന് മുന്നോട്ട് പോകണമെങ്കിൽ ഈ മനോഭാവം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളിന്ന് നേരിടുന്ന ഈ ശുചിത്വ രംഗത്തുള്ള ഈ പ്രയാസം പരിഹരിക്കാൻ ഗവൺമെന്റ് വലിയ സ്കീമായി മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ നമ്മൾ നേരിടുന്ന പ്രയാസം അതാണ്. സമൂഹത്തിന്റെ മനസ്സിൽ ഈ കാര്യത്തിൽ മാറ്റം പലപ്പോഴും സംഭവിക്കാറില്ല. ഇപ്പൊ നമ്മൾ തന്നെ നഗരസഭയാണെങ്കിലും അതുപോലെ പഞ്ചായത്തുകളാണെങ്കിലും എല്ലാം വളരെ സബ്സിഡി നിരക്കിൽ ആകെ ഒരു ഉൽപ്പന്നം അതിന്റെ വിലയുടെ വളരെ ചെറിയൊരു പൈസ മാത്രം കൊടുത്തിട്ട് ഓരോ വീടുകളിലേക്കും മാലിന്യ സംസ്കരണത്തിന് ആവശ്യമായ പ്രൊഡക്റ്റുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. നഗരപ്രദേശങ്ങൾ, വിദ്യാലയങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, പൊതുയിടങ്ങൾ, അയൽക്കൂട്ടങ്ങൾ, സ്ഥാപനങ്ങൾ, വിദ്യാലയങ്ങൾ, ഹരിതവീതി എന്നിവയുടെ ഹരിത പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. മുതിർന്ന ശുചീകരണ വിഭാഗം തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, DTPC, കുടുംബശ്രീ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, വീടുകൾ, സ്ഥാപന ഉടമകൾ, മാതൃകാ മാലിന്യ പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തികൾ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. മാലിന്യ കൂമ്പാരങ്ങൾ, കനാൽ മാലിന്യങ്ങൾ എന്നിവ നീക്കം ചെയ്തും പൊതുയിടങ്ങൾ ശുചിത്വ സന്ദേശ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത് സൗന്ദര്യവൽക്കരിച്ചും മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ ആവശ്യമായ ജൈവ അജൈവ ബിന്നുകൾ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചും ഖരദ്രവ്യ മാലിന്യ സംസ്കരണത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയും പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്തുമായിരുന്നു ശുചിത്വ പ്രഖ്യാപനം. വിവിധയിടങ്ങളിലായി നടന്ന പരിപാടിയിൽ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ഹാരിസ്, പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ് എന്നിവർ അധ്യക്ഷത വഹിച്ചു. നഗരസഭ വൈസ് ചെയർമാൻ PSM ഹുസൈൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ AS കവിത, MR പ്രേം, കൗൺസിലർമാർ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, മറ്റ് ജനപ്രതിനിധികൾ, മാലിന്യമുക്തം ജില്ലാ നോഡൽ ഓഫീസർ KS ഷിബു, ഹെൽത്ത് ഓഫീസർ KP വർഗീസ്, നോഡൽ ഓഫീസർ C ജയകുമാർ എന്നിവർ സംസാരിച്ചു. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പദ്ധതി വിഹിതത്തിൽ 5 ലക്ഷം രൂപ ചെലവിൽ വാങ്ങിയ മാലിന്യ സംസ്കരണ ഇലക്ട്രിക് വാഹനവും HSLM MLA ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി. ന്യൂസ് ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ആലപ്പുഴയിൽ വൻ ലഹരിവേട്ട. എക്സൈസ് നടത്തിയ പ്രത്യേക അന്വേഷണത്തിൽ 2 കോടി വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയത്. കേസിനാസ്പദമായ സംഭവത്തിൽ ചെന്നൈ സ്വദേശിനി അടക്കം 2 പേർ പിടിയിൽ. ലഹരി വിൽപ്പനയും ലഹരി ഉപയോഗിക്കുന്നവർക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിച്ച് ലഹരിയെ തുടച്ചു നീക്കാനാണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നതെന്ന് നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. അടിമത്തമാണ് ലഹരി വ്യാപാരത്തിനെതിരെ BKMU എന്ന മുദ്രാവാക്യവുമായി BKMU ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ കിറ്റിന്റെ സ്മാരകത്തിന് സമീപത്തായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. പുന്നപ്ര വടക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കടലോരത്തെയും കായലോരത്തെയും ബന്ധിപ്പിച്ച് ടൂറിസം പദ്ധതിക്ക് തുടക്കമാകുന്നു. വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയുന്ന തരത്തിൽ പൂക്കീതാറിന്റെ തീരത്തടക്കമാണ് പദ്ധതിയുടെ ഭാഗമായി മനോഹരമാക്കുന്നത്. ചെറിയ പെരുന്നാൾ ദിനത്തിൽ പ്രദേശത്തെ വയോധികരെ വീട്ടിലെത്തി ആദരവ് നൽകി സ്നേഹ കൂട്ടായ്മ രംഗത്ത്. ജീവകാരുണ്യ മേഖലയിൽ നിറസാന്നിധ്യമായ വലയകുളം SKSSF സഹചാരി സെന്ററിന്റെ നേതൃത്വത്തിലാണ് ഈദ് ഉൽ ഫിത്തർ ദിനത്തിൽ വേറിട്ട പ്രവർത്തനം കൊണ്ട് മാതൃക തീർത്തത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.